ഹായ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളിന്ന് പുതിയൊരു വീഡിയോയുമായിട്ട് എത്തിയിരിക്കുകയാണേ. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂ ആണേ. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണേ. പിന്നെ സവാള, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, തക്കാളിക്ക് ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ വേവിച്ച് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, പിന്നെ അരയ്ക്കാനുള്ള തേങ്ങ. ആദ്യം തന്നെ അടുപ്പ് കത്തിച്ചു, പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കാം. നമ്മുടെ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാരറ്റും പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാളയും ക്യാരറ്റും ഇഞ്ചിയും എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. നമ്മുടെ തക്കാളിക്കയും എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഞങ്ങൾ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. ചിക്കൻ വേകുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തിലേക്ക് ആവശ്യമുള്ള തേങ്ങ അരച്ചെടുക്കാം. തേങ്ങാപ്പാലാണ് സാധാരണ ചേർക്കുന്നത്. പക്ഷെ ഞങ്ങളിവിടെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്ത് ചേർക്കാമെന്ന് വിചാരിച്ചു. അതിനകത്തിലേക്ക് അരമുറി തേങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനകത്തിലേക്ക് ചുമന്നുള്ളി ഇട്ടിട്ടുണ്ട്. 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണേ. നമ്മുടെ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തിലേക്ക് സ്വല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിനകത്തിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനിയും ഇതിനകത്തിലേക്ക് നമ്മൾ വേവിച്ച് പുഴുങ്ങി ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. കറി തിളച്ചിട്ടുണ്ടേ. ഇനി ഇതിനകത്തിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് തീ ഓഫ് ചെയ്യാമേ. ഞങ്ങൾക്ക് രാവിലെ ചിക്കൻ സ്റ്റൂവിൻ്റെ കൂടെ കഴിക്കാൻ ഇടിയപ്പമായിരുന്നു. എങ്ങനെയുണ്ട് കൺമണി? കൊള്ളാവോ? അപ്പം എല്ലാവരുടെയും വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണം. എല്ലാവരും വീട്ടിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.